ഇന്നത്തെ ദിവസത്തെ ഒരു വലിയ പ്രത്യേകത ഉണ്ട്. വർഷങ്ങളായിട്ട് അമ്മേൻ്റെ അപ്പച്ചീൻ്റെ ആഗ്രഹമായിരുന്നു. ഇപ്പൊ വിശേഷം എന്താന്ന് പറയേ. ഹലോ ഗൈസ്, ഇത് നമ്മളെ വീടാണ്. ഹായ്, ഹാപ്പി ബർത്ത്ഡേ. പക്ഷെ എൻ്റെ നാളെ അമ്മച്ചേച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് എൻ്റെ റിസോർട്ടിൽ പോവാണ് കേട്ടോ. ഇവിടുന്ന് അല്ല നമ്മൾ ഹാപ്പി ബർത്ത്ഡേ, നമ്മൾ റിസോർട്ടിൽ പോവാണ്. അതെ ഗൈസ്, അപ്പൊ സംഭവം മനസ്സിലായില്ലേ? എൻ്റെ അമ്മച്ചേച്ചിൻ്റെ ഒരേ ദിവസമാണ് ബർത്ത്ഡേ. This is your birthday gift? Yeah. Wow, very second birthday gift. First pani ഇത് second. അതായത് അമ്മച്ചേച്ചിയുടെ ഡേറ്റും എൻ്റെ നാളും, അതായത് എൻ്റെ ആ വിട്ട നാളാട്ടോ. ഒന്ന് അമ്മച്ചേച്ചിൻ്റെ ബർത്ത്ഡേ ജൂലൈ 4 കേട്ടോ. അങ്ങനെ രാവിലെ എണിച്ചിട്ട് കുളിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണേ. നല്ല മഴ ആയതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റില്ല കേട്ടോ. എന്നാലും എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛമ്മ തീ കത്തിക്കലുണ്ട്. പിന്നെ വേറൊരു വിശേഷം കൂടി ഉണ്ട്. എല്ലാ ബർത്ത്ഡേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഹോട്ടലിൽ നിന്നാണ് കഴിക്കൽ. ഇപ്രാവശ്യം നമ്മളൊരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. അതെ ഗൈസ്, നമ്മളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. വലിയ ദൂരമൊന്നുമില്ല, ഇവിടെ കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് ഫറോക്ക്. അച്ഛമ്മയും അമ്മയും കൂടി ഞങ്ങൾക്കൂടെ ചെറിയ സദ്യ ഉണ്ടാക്കി തന്നിട്ടുണ്ടേ. അത് ഞങ്ങൾക്ക് 12 മണിക്ക് തന്നെ തന്നു കേട്ടോ. വേറെ നല്ല ഗൈസ്, 1 മണിക്ക് ഞങ്ങൾക്ക് ഇറങ്ങണം. കുറച്ച് മതിട്ടോ. ഓർക്കില്ലേ? തിന്നാൻ വേണ്ടി പോവുകയാണ്. യുദ്ധം ചെയ്യുന്ന പോലെ. ചോറും കറിയും വേണമെന്ന് പറയണേ. പായസം ഏതാ? അടയോ? പായസം ഒന്നും പറയില്ല. പൊളിക്കുന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. എല്ലാവരും കൂട്ടി തിന്നപ്പോഴാണ് ടേസ്റ്റ്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങുക കേട്ടോ. അച്ഛ ഇവിടെ ഇല്ലേന്ന് കേട്ടോ. അച്ഛപ്പം എത്തിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ കാറ് എല്ലാ സാധനങ്ങളും ആക്കിയിട്ട് ഞങ്ങൾ പോവാണേ. ടൂറാണോ? രണ്ടും കൂടി വേണ്ട. ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആരാ മേടിച്ചത്? ഫ്രീ ആയിട്ട് തന്നാ? ഫ്രീ ആയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ്. അത് അമ്മമ്മേന്റെ ബാഗാണ്, ഓലൊക്കെ കയ്യിൽ വെച്ചത്. ഒക്കെ ഇഷ്ടാവൂല. ഇഷ്ടാണ്. അപ്പൊ ഞങ്ങൾ റിസോർട്ടിലെത്തിണ്ടേ. വീട്ടിൽ നിന്ന് 20 മിനിറ്റേ ഉള്ളൂ കേട്ടോ റിസോർട്ടിലേക്ക്. അടിപൊളി വൈബ് പറഞ്ഞാൽ അടിപൊളി വൈബ്. താങ്ക്സ് പറയേണ്ട അച്ഛനോടും സുമാനോടാണ് കേട്ടോ. അവരാണ് ഇങ്ങനത്തെ ഒരു പരിപാടി സെറ്റാക്കാന്ന് വിചാരിച്ചേ. പിന്നെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, വളഞ്ചേരുന്ന അമ്മമ്മ അമ്മച്ചനും ഉണ്ണിയാമ്മനും ഉണ്ട്. പിന്നെ ആമച്ചേച്ചിൻ്റെ അച്ഛമ്മയും അച്ഛനും ഉണ്ട്. പിന്നെ ആമച്ചേച്ചിൻ്റെ ചാച്ചനുണ്ട്. ആമച്ചേച്ചിൻ്റെ വല്യച്ഛനും വല്യമ്മയും ഉണ്ട്. പിന്നെ ആമച്ചേച്ചിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അച്ചൻകണ്ടേന്നട്ടോ ശരിക്കുള്ള പേര്. ഇന്നൊരു വലിയ സങ്കടം ഉണ്ട്, എൻ്റെ മാമനും മാമിയും ഇല്ലേനും. സത്യം പറഞ്ഞാൽ അവരും കൂടി വേണേനും. അവരും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. ആ ഉണ്ണി കറക്റ്റ് എത്തി.
ഞാനും നീ നീന്തേണ്ടത് ഇവിടെയാ നീന്തൂലേ എന്നെ രക്ഷിക്കൂലേ ഇനി നമുക്ക് റിസോർട്ടിന്റെ ഉള്ളിൽ നിന്ന് കാണാട്ടോ. 2 വില്ലാട്ടോ അവർക്കുള്ള എടുത്തെടുത്താണേ. അതിലുള്ള വില്ല ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ വില്ലിൽ 3 റൂമാട്ടോ ഉള്ളത്. അതാണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത്. ഇനി അപ്പുറത്തെ വില്ലയിൽ 1 റൂം എടുത്തിട്ടുണ്ട്. ആ ചെക്കന്മാർക്കില്ല കേട്ടോ. നല്ല വൃത്തിണ്ട് കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ. ബാത്റൂമൊക്കെ നല്ല വൃത്തിയുണ്ട്. വലിയ റൂം, 2 വലിയ റൂമാണുള്ളത്. അത് ഒന്ന് ഇത് അടുക്കളയാണേ. പക്ഷെ അടുക്കളയിൽ കുക്കൊന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ നമുക്ക്. സ്കൂളിൽ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി കുളിച്ച് നാശാവും. വീഡിയോ ഒക്കെ ഗ്രൂപ്പിൽ ഇട്ട് ഞാൻ വിട്ടിട്ടില്ല. ഇട്ടിട്ടല്ലോ ഇട്ടുണ്ട്. ഈ വളാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ടേബിൾ സംഭവം ഉച്ചയ്ക്ക് ഞാനും ചേച്ചി മാത്രം ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. വീട്ടിൽ ചോറുണ്ടാന്ന കേട്ടോ. എന്നാലും ഇത്തിരി ചോറ് ചിക്കൻ പൊരിച്ചിട്ടില്ലേ കിട്ടിയില്ല. നിങ്ങളതിൽ വെച്ചില്ല, അത് തരില്ല. ബാക്കി ഞങ്ങൾ പൊതിച്ചോറായിട്ടോ എടുത്ത്. അതുകൊണ്ട് 12 മണിക്ക് ആർക്കും കഴിക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സദ്യ പോറ്റിനെടുത്ത്. കിച്ചണിയെ വയറ് നിറച്ച് തിന്നേ. വിശക്കണ കാരണം ഒന്നുമില്ല. വിശക്കണ്ടേ? ഇതാണ് മോനെ നമ്മളെ പൂള്. പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട് റിസോർട്ടില്. അതായത് മുകളിൽ ഫുള്ള് ഗെയിം സെന്റർ ആണ്. വാ അങ്ങോട്ടൊന്ന് പോവാ. ഇതിലെന്നാ ആവുക? 5 കിലോ ചിക്കൻ എന്നാ ആവുക? നീ ഡെക്കറേഷൻ ചെയ്യട്ടെ അമ്മയെ. ഇത് കൊള്ളാം. ഇത് കൊള്ളാമാണ്. ഇത് കൊള്ളാം. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഗോൾ പോസ്റ്റ് ഒക്കെ ഉണ്ട്. ആക്രമിച്ചോ? ഇത് ക്രിക്കറ്റ് കളിക്കല്ല അമ്മിയെ. വെള്ളം വെള്ളണ്ടേ അമ്മി. മെല്ലെ പോണേ കിച്ചു, മെല്ലെ വരണേ അമ്മി. വേഗം ഒക്കെ ചെയ്യണ്ടേ? ഇതെന്താ ഗെയിം അമ്മി? ഈ സാധനം എന്താ സാധനം? ഇവിടൊക്കെ കിടക്കല്ലേ? അയ്യോ പണ്ടൊക്കെ ഉണ്ട് കളിക്കാൻ. ഓ അവിടെ ഫുട്ബോളും ക്രിക്കറ്റും മാത്രമേ കളിക്കാൻ പറ്റൂ. ഇവന് ഗോളൊന്നും അടിക്കാറിയില്ലേ?
അറിയാത്ത പണി എന്തിനാ എടുക്കുന്നത്? അതിന് ഓനറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മേലെ പോയിട്ട് കുറച്ചേരം ഗെയിമൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ നേരത്തെ ആയിട്ട് ഇറങ്ങി കേട്ടോ. നിങ്ങൾ പറഞ്ഞോളി. പിന്നെ ഒരെണ്ണയാണോന്നാവോ ആള് മാറുമോ? ഒരു 3 മണിയാകുമ്പോൾ സുമാങ്ങളും ബാക്കി എല്ലാവരും എത്തി. ഒരു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇറക്കണ്ട ഇറക്കണ്ട ഇറക്കണ്ട. അമ്മ ഒരു വെള്ളം എടുത്താ. ഇതാണ് കേട്ടോ അമ്മച്ചേച്ചിൻ്റെ ഫണ്ട് അച്ഛൻ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡെക്കറേഷൻ പരിപാടി നോക്കിട്ടോ. മാറിക്കേ അപ്പച്ചത് പിടിക്ക് പിടി പിടി. എവിടെയാണ് ഫോണില് ബാക്ക് ക്യാമറ ഇല്ല, അപ്പൊ നമ്മൾ ബാക്ക് ക്യാമറ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ളൂ. ഓഗസ്റ്റ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തില്ലായിരുന്നു. നമ്മൾ ആടൂ, നിങ്ങൾക്ക് ആടാൻ കഴിഞ്ഞില്ലല്ലോ അങ്ങനെ? ഇല്ല, നമ്മൾ ആടുന്നു. ആരോടാ പറയുന്നത്? ശരിയല്ലേ, അവിടെ എല്ലാരും കൂടെ ഗ്രിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ അവളുടെ 2 അമ്മമ്മമാർ ഞങ്ങൾ ഊണാലടന്ന് നോക്കി ചിരിക്കുകയാണോ? ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മളെ കുറ്റം പറയുകയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് മോള് കുറേ പരിപാടീസ് ഉണ്ട്. നമുക്ക് മോള് പോയാലോ? മോൾക്ക് നടക്കും. അങ്ങനെ 2 പേരും ഡ്രസ്സ് മാറ്റിയിട്ട് അങ്ങനെ നേരെ ഡ്രസ്സ് വരാൻ പോവാട്ടോ. വെക്കേഷൻ കാരണമൊക്കെ ഒക്കെ ഉണ്ട്. അപ്പം ഞാനും അമ്മച്ചേച്ചിയും കൂടി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം ഗായ്സ്. മേക്കപ്പിന്റെ പരിപാടി ചെയ്യാൻ ഞങ്ങളിവിടെ ആളിറക്കിയിട്ടുണ്ട്. ഇതാട്ടോ അമ്മയുടെ കോസ്റ്റ്യൂം. അപ്പം ഇതാട്ടോ അമ്മച്ചേച്ചിൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. അച്ഛമ്മ അച്ഛനെടുത്ത് കൊടുത്താണേ. ടീ മേക്കപ്പ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ചങ്ങാണ്ടി ചങ്ങാണ്ടി ഷൂ കാറിൽ അച്ഛനോട് പറയണം, അമ്മൂട്ടിയൊക്കെ ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ചിക്കനൊക്കെ ചോറുണ്ട് കേട്ടോ. എൻ്റെ അമ്മച്ചേച്ചിന് മാത്രമൊക്കെ കഴിഞ്ഞേ. പിന്നെ എൻ്റെ അച്ഛനൊരു സർപ്രൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അച്ഛൻ എനിക്കും അമ്മയ്ക്കും എല്ലാവരും മേടിച്ചു തരുമോ? അപ്പോൾ അച്ഛനൊന്നും മേടിച്ചു കൊടുക്കില്ല. അപ്പോൾ ഞാൻ അച്ഛനൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും. ഒന്നുമില്ല, ഇന്നിടാനുള്ള ഷർട്ടാണേ. അപ്പോൾ ഗായ്സ് നമുക്ക് കുടിക്കാം. അപ്പം എൻ്റെ ഡ്രസ്സിനെ കൊണ്ട് പറഞ്ഞില്ലല്ലോ. അപ്പം ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതും അച്ഛനും അച്ഛനും എടുത്തുന്നാണ്. അച്ഛനല്ലേ
അമ്മ അച്ഛൻ ചെല്ലേ അച്ഛനും ഒരു പ്രത്യേകത ഉണ്ട്. എൻ്റെ അമ്മയും അപ്പച്ചും അമ്മമ്മയും അച്ഛമ്മയും എല്ലാവരും ഒരേപോലത്തെ സാരിയാണ്. ഒരേപോലെ തന്നെ സാരി അവരുടെ മെയിൻ കാര്യമാണ്. ഞങ്ങൾ ബർത്ത്ഡേ ആയിട്ട് അവർ സെറ്റതാണ്. കൂടെ വല്യമ്മയും അമ്മച്ചേച്ചിൻ്റെ അച്ഛമ്മ ഉണ്ടായിരുന്നേ. ഇനി ഗിഫ്റ്റ് വാങ്ങൽ പരിപാടിയിലേക്ക് പോവാം. ശരിയാക്കാൻ പഠിച്ചേ ശരിയാക്കാൻ പഠിച്ചോ. ഞാൻ ഒരു കാരണം സൈക്കോളജിക്കൽ മൂവ്മെന്റ് പുസ്തകമാണോ അങ്ങനെ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ അങ്ങനെ നേരെ പൂളിലേക്ക് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ രാത്രിയിലുള്ള പൂർവ്വരടൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് രാവിലെ ഇറങ്ങാം. അങ്ങനെ പൂളിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. നൈറ്റ് പൊളിയാട്ടോ കാണാൻ ഗൈസ്. നൈറ്റ് രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ വില്ല. ലൈറ്റൊക്കെ വെച്ചിട്ട് സൂപ്പർ. എന്താ അടുത്ത് പറയാനുള്ളത്? ദിസ് ഈസ് ഫുഡൊക്കെ കഴിക്കുന്ന ഏരിയ. അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. 3 ഫിഷ് പൊളിച്ചതും ചിക്കൻ കറിയും ഗ്രില്ല് ചിക്കനും പിന്നെ ഐറ്റംസ് ഉണ്ടായിരുന്നേ. അമ്മ അച്ഛൻ്റെ ഫോൺ കണ്ടിട്ടുണ്ടോ ഒന്ന്? അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുകളിലേക്ക് ഗെയിംസ് കളിക്കാൻ പോകുന്നുണ്ടേ. പിന്നെ അങ്ങോട്ട് പൊരിഞ്ഞ കളിയാണ് ഗൈസ്. എല്ലാവരും വന്നിട്ടോ പെടപ്പെടാന്ന് ആൾക്കാർ വന്നോണ്ടിരിക്കുക. കൈയെടുക്ക്.
അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി ഞങ്ങൾ നേരെ ഉറങ്ങിട്ടോ. ഗുഡ് നൈറ്റ്. അപ്പൊ ഗായ്സ് ഗുഡ് മോർണിംഗ്. ഇത് പിറ്റേഴ്സ് രാവിലത്താണ്. ഏകദേശം ഒരു 9 മണി ആകുമ്പോഴേക്കും എല്ലാവരും എണീറ്റിട്ടോ. നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ രാവിലൊക്കെ. അപ്പൊ രാവിലത്തെ ഫുഡൊക്കെ അവിടെ റെഡി ആക്കിയിട്ട് നമുക്ക് പോയി കഴിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ? ബർത്ത്ഡേ ബർത്ത്ഡേ ഗുഡ് മോർണിംഗ് എവരിബഡി. ബ്രേക്ക്ഫാസ്റ്റ്. എങ്ങനെയുണ്ട് ബർത്ത്ഡേ? അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു? ഗോൾഗറ്റ് ഇട്ട് എങ്ങനെ ഇത് ഞാൻ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാതെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ വീണ്ടും ഇറങ്ങിയ സ്കൂളിലൊക്കെ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടാട്ടോ നമ്മൾ ഇറങ്ങുന്നത്. ആണുങ്ങൾ ആരും എണ്ണിച്ചില്ല കേട്ടോ ഗായ്സ്. അവർ ഉറങ്ങാൻ തന്നെ ലേറ്റ് ആയി. പിന്നെ അച്ചച്ച വേണ്ടിട്ടോ വളർത്ത ചാടെ. അങ്ങനെ അച്ചച്ചൻ ചാടി ഞാനും അച്ചച്ചനും കൂടി കളിക്കുകയാണേ. അപ്പം അച്ചച്ചൻ എന്നെ മുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊന്ന് നോക്കാം. ഞാൻ കുറേയൊക്കെ മുങ്ങിട്ടോ. അപ്പം വീഡിയോ അതിൻ്റെ ഇല്ല. എന്നെ നീന്തലൊക്കെ പഠിത്തുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാ വിസ്മയക്ക് എമ്മാരി ഡിമാൻഡ് അറിയാം. വിസ്മയക്ക് വേണ്ടി എൻ്റെ അമ്മയും അമ്മയും എൻ്റെ കാർ കയറും. ഏതെങ്കിലും ഒന്ന് കാർ കയറ്റിക്കോട്ടെ. ഈ കാർ അപ്പൊ ഗായ്സ് നിങ്ങൾ ചാച്ചനെ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ഗായ്സ് ഞങ്ങൾ ചാച്ച. വലിയ പുള്ളി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങാനായിട്ടോ. ഇനി ഞങ്ങൾ പോകുന്ന നേരെ ലുലുമാളിലേക്കാണ്. ചാച്ചനെ മുടി വലുതാണ്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ ഗായ്സ്. നേരെ ലുലുമാളിലേക്ക് എത്തിയിട്ടുണ്ട് ഗായ്സ്. പൈസ തോന്നുന്നുണ്ടല്ലേ? 30 ബാക്കിയോ 30 കൊല്ലം മുന്നേ അച്ഛൻ നിന്നിട്ടില്ല. ഇങ്ങോട്ട് തന്നെ അച്ഛന് എന്ത് ചെങ്ങായിയേ. മൂക്കിനുള്ള ബ്ലഷ് ഇട്ടുണ്ട്. അത് കുരുണ്ടിട്ടിയുടെ എന്തോ ഇങ്ങനെ റെഡ് ഇന്നലെ എന്റെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ലുലുമാളിൽ നിന്ന് ഇറങ്ങിട്ടോ. നേരെ ഉച്ചക്കത്തുള്ള ഫുഡ് കഴിക്കാൻ പോവാണേ. എല്ലാവരും ചോറാട്ടോ പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ പൊറാട്ട. ചോറ് രസണ്ടാ എന്തരാ
അപ്പൊ ബർത്ത്ഡേ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ബർത്ത്ഡേ ഉഷാറാക്കി തന്ന ആൾക്കാർക്ക് താങ്ക്സ് പറയാണ് ഞാൻ. എൻ്റെ ഫാമിലിക്കാണ് ഏറ്റവും വലിയ താങ്ക്സ്. അപ്പോൾ ഈ വ്ലോഗ് ഞാൻ നിർത്താണ്. ഓക്കെ, ബൈ.